അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജതു വഫാത്തിമ വമർയമു വആസിയ. അഫ്ളലു നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ, സ്വർഗത്തിലേക്ക് വരുന്നവർ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന ഒരു ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവാം, പക്ഷേ പെണ്ണുങ്ങളിൽ ശ്രേഷ്ഠരായവർ എന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗവാസിനികളായ പെണ്ണുങ്ങളിൽ ഏറ്റവും അല്ലാഹു സ്ഥാനം കൊടുത്ത് ആദരിക്കുന്ന 4 പെണ്ണുങ്ങളുണ്ട്. ആരാണെന്നറിയുമോ? അതിലൊന്ന് ഹബീബിന്റെ പുണ്യനബി തങ്ങളുടെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയാണ്. വഫാത്തിമ, ഹബീബിന്റെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. മൂന്നാമത്തേത് ഈസ നബിയുടെ ഉമ്മയായ യേശുക്രിസ്തുവിന്റെ ഉമ്മ എന്ന് നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ പറയുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നത് ഈസ നബിയെയാണ്, ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഈസ പ്രവാചകൻ അലൈഹിസ്സലാം. മഹാനായ പ്രവാചകൻ ഈസാ നബിയുടെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹ. പിന്നെ ഫറോവ എന്ന ഈജിപ്ത് കണ്ട ഏറ്റവും ക്രൂരനായ കൊടിയ കൊലപാതകങ്ങൾ ചെയ്ത പിഞ്ചു മക്കളെ കൊന്നുകളഞ്ഞ ഫറോവ എന്ന ഭരണാധികാരി BC 3-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ ശത്രുവായിരുന്ന നൈൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൈൽ നദിയിലൂടെ അവരുടെ ഉമ്മ വെള്ളത്തിൽ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി കളഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയ ആ ആൾക്ക് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം സത്യസന്ദേശം ഓതിക്കൊടുക്കാൻ വരുന്നത്. ആ ഫറോവ റംസീസ് രണ്ടാമനെ ചെങ്കടലിൽ സ്വിസ് ഉൾക്കടലിൽ ഭാഗത്ത് വെച്ച് അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്ത് ഇന്ന് ഈജിപ്തിലെ കൾച്ചറൽ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ അവിടെ ഇങ്ങനെ ചില്ലിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട മുമ്പേ ഒരുപാട് ആൾക്കാർ പോയി സന്ദർശിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം, മമ്മി ഹാളുണ്ട്. ഒരുപാട്, എനിക്ക് തോന്നുന്നു 21 മമ്മികളെങ്ങാൻ അവിടെ ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് പോയിരുന്നു. 21ഓളം, ചിലപ്പോൾ 19 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകും പരിശോധനയ്ക്ക്, ചിരിച്ച് കൊണ്ടുവന്ന് വെക്കും. മാക്സിമം 21 കാണാറുള്ളത്. അതിലുണ്ട് ഇങ്ങനെ കയ്യും പൂട്ടി ഇങ്ങനെ കിടക്കേണ്ട ഒരാൾ. യാ അല്ലാ, 5000 കൊല്ലം കഴിഞ്ഞു, മൂപ്പരുടെ തടി അങ്ങനെ തന്നെ ഉണ്ട്. ഇറച്ചൊക്കെ പോയിട്ടുണ്ട്, ആൾ മെലിഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ കിടക്കുന്നുണ്ട്. റംസീസ് രണ്ടാമൻ എങ്ങനത്തെ പോക്കിരിയായിരുന്നു. അയാളുടെ ഭാര്യയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആസിയ ബീവി ഫറോവ ഞാനാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞ ആളാണ്. ഞാനാണ് വലിയ പടച്ചോൻ, എൻ്റെ മുമ്പിൽ നമിക്കണം, സാഷ്ടാംഗം നമിക്കണം എന്ന് ഫറോവ ജനങ്ങളെ നിർബന്ധിച്ചിരുന്നു എന്നാണ് ചരിത്രം. ഫറോവക്ക് സുജൂദ് ചെയ്യാതെ സാഷ്ടാംഗം നമിക്കാത്ത മുഴുവൻ ആളുകളും കൊല്ലപ്പെടുമായിരുന്നു. സ്വന്തം ഭാര്യ അത് ചെയ്തില്ല എന്നതാണ്. ഭാര്യ ആസിയ ബീവി പറഞ്ഞു, ഫറോവ, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുക? നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ, ഇനി നിങ്ങൾ മരിക്കൂലേ, അപ്പോഴും ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നിങ്ങളാണത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാവുക? അതിൽ പിന്നെ ഫറോവ ആസിയ ബീവിയെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين كفروا امرأة فرعون. امرأة فرعون എന്ന് പറഞ്ഞാൽ ഫിർഔനിന്റെ ഭാര്യ. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين وضرب الله مثلا للذين آمنوا امرأة فرعون. സത്യവിശ്വാസികളുടെ ജീവിത വിജയത്തിന്റെ ഉദാഹരണം
ആസിയ ബീവിയാണ്, ഫറോവയുടെ ഭാര്യയാണ്. ഇത് ഖാലത്ത്, ഫറോവ ചുട്ടുപഴുപ്പിച്ച കുന്തമുനകൾ ഉപയോഗിച്ച് ആസിയ ബീവിയുടെ ശരീരഭാഗങ്ങളിൽ കുത്തുകയും അവരെ വേദനിപ്പിക്കുകയും മുറിവാക്കുകയും ചെയ്ത് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ആ മഹദിയെ ദാരുണമായി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോഴും ആ മഹദി പറഞ്ഞ വാക്ക്, റബ്ബി ബിനിലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗലോകത്തൊരു വീട് എനിക്ക് തരേണമേ. ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് അയാൾ എന്നെ പുറന്തള്ളിയിരിക്കുകയാണ്. പച്ചമണലിലാണ് ഞാൻ കിടക്കുന്നത്. ഈ സൂര്യന്റെ നട്ടുച്ച നേരത്തെ ചൂടുള്ള പഴുത്ത കല്ലുകളിൽ മഹദിയെ കിടത്തിയിട്ട് ആ ശരീരത്തിലേക്ക് മൂർച്ചയുള്ള കുന്തം അതിന്റെ അഗ്രഭാഗം പഴുപ്പിച്ചിട്ടാണ് മഹദി റളിയല്ലാഹു അൻഹയെ, ഫറോവ എന്ന ഭരണാധികാരി സ്വന്തം ഭാര്യ അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ആ പെണ്ണിനെ, ആ മഹദിയെ അയാൾ ശിക്ഷിച്ചത്. അപ്പോഴും പെണ്ണ് പറഞ്ഞ മറുപടി, ഈമാനിന്റെ ഏറ്റവും അതിശക്തമായ അടിപതറാത്ത വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണത്. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് ഞാൻ കണ്ണു ചിമ്മും, ഇവിടെ നിന്ന് ഞാൻ മരിക്കും, വേദന കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ആയുസ് തീർന്നു പോകുന്ന ലോകമാണിത്. എന്നാൽ നിന്നെ കാണാൻ വരുന്ന അന്ത്യനാളിൽ എനിക്ക് അല്ലാഹുവേ നീ ഒരു സ്വർഗം നൽകുകയാണെങ്കിൽ, ആ സ്വർഗം എന്ന് മഹദി ചോദിച്ചപ്പോഴും ഒരു കാര്യം അതിനോട് ചേർത്ത് വെച്ചു, ഇൻദക, നിന്റെ ചാരത്ത്, അല്ലാഹുവേ നിന്നെ കാണാൻ കഴിയുന്നിടത്ത്. അങ്ങനെയാണ് സ്വർഗലോകങ്ങളിൽ ഉന്നതമായ സ്വർഗത്തിന്റെ പ്രത്യേകത. വമിൻഹും മൻ യറല്ലാഹ മർറതൈനി ഫിൽ യൗം, ഒരു ദിവസം അല്ലാഹുവിനെ 2 തവണ കാണാൻ ഭാഗ്യമുള്ളവരുണ്ട്. സ്വർഗത്തിന്റെ ചില ലെവലുകൾ അങ്ങനെയാണ്. ചിലയിടങ്ങളിൽ അല്ലാഹുവിനെ ആഴ്ചയിൽ ഒരിക്കൽ കാണും, മാസത്തിൽ ഒരിക്കൽ കാണും, വർഷത്തിൽ ഒരിക്കൽ കാണും. എന്നാൽ നിരന്തരം അല്ലാഹുവിന്റെ സാമീപ്യം അറിയാൻ കഴിയുന്ന ഒരിടത്ത് റബ്ബേ നീ എനിക്കൊരു വീട് പണിതു തരേണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ആസിയ ബീവിയാണ് വിശ്വാസിനികളുടെ ഉദാഹരണം. മുഅ്മിനീങ്ങളുടെ ഉദാഹരണം പറഞ്ഞതൊക്കെ പെണ്ണുങ്ങളെയാണ്. അതാണ് അത്ഭുതം. ഈമാനിന്റെ അടയാളം പറഞ്ഞത് പെണ്ണുങ്ങളെ, ആണുങ്ങളെയല്ല. എന്തൊരു സിറാണ് റബ്ബേ അതിൽ കിടക്കുന്ന രഹസ്യം നോക്കണേ. إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ഫറോവയിൽ നിന്ന്, അവന്റെ അക്രമികളായ പോലീസുകാരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എനിക്ക് സ്വർഗലോകത്തൊരു വീട് തരേണമേ എന്ന് BC 3000 ഇവിടെ നിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ വെച്ച് മരണപ്പെട്ട, ദാരുണമായി കൊല്ലപ്പെട്ട ഷഹീദത്താണ്, രക്തസാക്ഷിയാണ് മഹദി ആസിയ ബീവി. അവര് നിങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന ആളാരാണെന്നറിയുമോ? ഈസ നബിയുടെ ഉമ്മയാണ്, യേശുക്രിസ്തുവിന്റെ ഉമ്മ. ഈസാ നബിയുടെ ഉമ്മയായ മേരി, മറിയം അലൈഹിസ്സലാം, വമറിയം ഇബ്നത ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയമാണ് അടുത്ത ഉദാഹരണം. വിശ്വാസത്തിന്റെ ഉദാഹരണം 2 പെണ്ണുങ്ങളെയാ ഖുർആൻ പറഞ്ഞത്. ഖുർആനിൽ ഒരു മഹദിയുടെ പേരിൽ ഒരു സൂറയുള്ളത് സൂറത്ത് മറിയമല്ലേ? യാ അല്ലാഹ്, സൂറത്ത് മറിയം. പെണ്ണുങ്ങൾ, സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ തന്നെ ഒരു ചാപ്റ്റർ ഖുർആനിലില്ലേ? സൂറത്തുൻ നിസാ. ആണുങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഖുർആനിലില്ല. സൂറത്തുൻ നിസാ. ഏതാണുങ്ങളും പരിപൂർണതയിലെത്തിയത് അവരുടെ ഉമ്മമാർക്ക് ജനിച്ചപ്പോഴാ, അല്ലേ? നമ്മുടെ ഉമ്മമാരില്ലെങ്കിൽ നമ്മളുണ്ടോ? നജാഷി രാജാവിന്റെ കൊട്ടാരത്തിന്റെ ആ ഒരു രംഗം നിങ്ങൾ ആലോചിക്കുക. തിരുനബിയുടെ കാലഘട്ടം AD 600-കളിൽ 570 തങ്ങൾ ജനിക്കുന്നു. AD 610 നുബുവത്ത് ലഭിക്കുന്നു. അപ്പോൾ 7-ാം നൂറ്റാണ്ട്. അന്ന് മക്കയിൽ പെർസിക്യൂഷൻ, അവിടെ അന്നത്തെ ഇസ്ലാം വിശ്വാസം സ്വീകരിക്കാൻ മടുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടായിരുന്ന ആളുകൾ, ഒരുപാട് വിശ്വാസികളെ പീഡിപ്പിച്ച ഒരു സമയം പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കോളൂ. എത്യോപ്യയിലേക്ക് പോവാൻ അവിടെ ഒരു ക്രിസ്തീയ
രാജാവുണ്ട്, അയാളുടെ കിങ്ഡത്തിൽ ഒരാൾക്കും അനീതി ഉണ്ടാവില്ല എന്ന് തിരുനബി പറഞ്ഞു. അല്ലേ? ആ രാജാവാണ് നെഗസ് രാജാവ് എന്ന് പറയുന്ന നജാഷി. നജാഷിയുടെ കൊട്ടാരത്തിൽ മുസ്ലിമീങ്ങളായ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാൻ, മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. എത്യോപ്യ എന്ന് പറയുന്നത് ജിദ്ദയിൽ നിന്ന് ചെങ്കടൽ മുറിച്ചു കടന്നാൽ അക്കരെ ആഫ്രിക്കയാണ്. നേരെ ജിദ്ദയുടെ അക്കരെ ഭാഗമാണ് എത്യോപ്യ. കടൽ മുറിച്ചു കടക്കണം, കടലിൽ യാത്ര ചെയ്യണം. അങ്ങനെ ഇവര് രാജാവിന് സ്വർണവും പവിഴങ്ങളും മുത്തുകളും അടങ്ങുന്ന വലിയ ഒരു സംഭരണിയായിട്ടാ പോയത്, വലിയ സമ്മാനങ്ങളുമായിട്ടാ പോയത്. അവിടെ രാജാവ് ആദ്യം ആ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു വെച്ച് മക്കക്കാരായ 2 പ്രതിനിധികൾ, ഒന്ന് അംർ ഇബ്നുൽ ആസ്, ഒന്ന് ഖാലിദ് ബിൻ വലീദ്, രണ്ടുപേരും പിന്നീട് മുസ്ലിമീങ്ങളായി. പക്ഷെ അവർ അന്ന് ഇസ്ലാം മനസ്സിലാക്കിയിരുന്നില്ല. രാജാവുമായി സംസാരിച്ചപ്പോ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അവിടെ രാജാവിന്റെ മുമ്പിൽ. ആ പ്രഭാഷണം കേട്ടപ്പോഴാണ് രാജാവ് മൈൻഡ് മാറിയത്. അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു മതം സത്യമാണല്ലോ, ഇത് പ്രവാചകനായ ഈസാ നബിയും സുലൈമാൻ നബിയും ദാവൂദ് നബിയും മൂസ നബിയും ഇബ്രാഹിം നബിയും നോഹ പ്രവാചകനും ഒക്കെ ലോകത്ത് പഠിപ്പിച്ചതാണല്ലോ അലൈഹിമുസ്സലാം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ നിബിതങ്ങളുടെ കസിൻ, പ്രവാചകരുടെ മൂത്താപ്പയുടെ മകൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു വഅലിലാണ്. അതിനിടയ്ക്ക് ജഅഫർ എന്നവർ പറഞ്ഞു, മുഹമ്മദ് നബി ഞങ്ങളെ പഠിപ്പിച്ചത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ ഒരുപോലെയാണ്. അതങ്ങോട്ട് പറഞ്ഞപ്പോ ചൂടായി അംർ എന്നവർക്ക്. അദ്ദേഹം എന്ന മുസ്ലിം അല്ല, മക്കക്കാരുടെ പ്രതിനിധി, അവരെ പിടിച്ചോണ്ടാൻ വേണ്ടി വന്നതാ. അദ്ദേഹം പറഞ്ഞു, രാജാവെ ഒന്ന് നിർത്തണേ, ഞാനൊന്ന് ഇടപെടുകയാണ്. Men and women equal to one another. അതാണ് പൊട്ടിച്ചിരിക്കുക. ആണും പെണ്ണും ഒരുപോലെയാണെന്നോ? We will buy them, use them, discard them. ഞങ്ങൾ പെണ്ണുങ്ങളെ വാങ്ങിക്കും, ഉപയോഗിക്കും, വലിച്ചെറിയും. എന്നിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ജഅഫർ എന്നവർ ഇടപെട്ടു. അംർ, you must respect every woman, the womb that bore you. നിങ്ങളെ പ്രസവിച്ച ഓരോ മനുഷ്യനെയും ഗർഭാശയത്തിൽ വളർത്തിയെടുത്ത് പ്രസവിച്ച ആ പെണ്ണിനെ നിങ്ങൾക്ക് എങ്ങനെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയും? അതാണ് തിരിച്ചു പറഞ്ഞ വാക്ക്. അംർ, ഓരോ മനുഷ്യനെയും ഗർഭാശയത്തിൽ വളർത്തി പരിപാലിച്ച് ഭൂമിയിലേക്ക് പ്രസവിച്ച ആ ഉമ്മയെ അംർ നിങ്ങൾക്ക് എങ്ങനെ പരിഹസിക്കാൻ കഴിയും? അതിൽ അദ്ദേഹം തല താഴ്ത്തി പോകുന്നുണ്ട്. രാജാവ് പറഞ്ഞു, കണ്ടിന്യൂ, സംസാരിച്ചോളൂ ജഅഫർ. അങ്ങനെ ജഅഫർ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ നജാഷിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ആ യാത്രയിൽ അംർ എന്നവരും ഖാലിദ് റളിയല്ലാഹു അൻഹും രണ്ടുപേരും, അവർ മുസ്ലിമീങ്ങളായിരുന്നില്ല അന്ന്, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും. അവരന്ന് നിരാശയോടെ തിരിച്ചു വരികയാണ്. കാരണം ഏതൊരു മനുഷ്യന്റെയും വിജയം അവർക്ക് ഉമ്മ നൽകിയതല്ലേ. ഒരു ഉമ്മ അവർക്ക് ജന്മം നൽകിയില്ലായിരുന്നെങ്കിൽ ആണുങ്ങളുണ്ടോ? നമ്മൾ എന്ത് മേന്മയാ പറയാ? നമ്മുടെ മേന്മ ഒരു ഉമ്മയില്ലാതെ ഇല്ല. നമ്മുടെ മേന്മ ഒരു ഉമ്മയില്ലാതെ, ഒരു പിതാവില്ലാതെ ഒരിക്കലുമില്ല. നമ്മൾ ആരായാലും നമ്മുടെ പിതാവിനോളം, നമ്മുടെ ഉമ്മയോളം അവരോടൊപ്പം ഒരിക്കലും നമ്മൾ എത്തില്ല. നമ്മൾ എത്ര വലുതാണെങ്കിലും നമ്മുടെ ഉമ്മ അതിലും വലുതാണ്, നമ്മുടെ ഉപ്പ അതിലും വലുതാണ്. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമാണ്. സഹോദരിമാർ, ഗർഭിണികളായ പെണ്ണുങ്ങളുണ്ടാവും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ. അവർക്കൊക്കെ അല്ലാഹു സുഖപ്രസവം നൽകട്ടെ, അവർക്ക് സുഖപ്രസവം നൽകട്ടെ. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് സുഖപ്രസവം എന്ന് പറയുമ്പോഴും നമ്മൾ പറയുമ്പോൾ, ആ വാക്ക് പറയുമ്പോൾ അത് സുഖത്തിലല്ല പ്രസവിക്കുന്നത്. അവർക്ക് നല്ല വേദന ഉണ്ട്, നല്ല വിഷമുണ്ട്. സിസേറിയൻ അല്ലെങ്കിൽ നമ്മൾ പറയും സുഖപ്രസവമാണ് അല്ലേ? പക്ഷേ എത്ര സുഖമുണ്ടെന്ന് ഓരോ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അത്രയും വേദനയിലാണ് അവർ പ്രസവിക്കുന്നത്. ആ പ്രസവിക്കുന്ന വേദന, സഹോദരിമാരെ, നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയ്ക്ക് പകരം പടച്ച തമ്പുരാൻ പകരം നൽകിയത് എന്താണെന്നറിയോ? നിങ്ങളൊരു ഉമ്മയായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ കാലിന്റെ താഴെ സ്വർഗമാണെന്നല്ലേ അള്ളാഹു പറഞ്ഞത്? നിങ്ങളുടെ കാലിന്റെ താഴെ സ്വർഗം. എപ്പോ? നിങ്ങളൊരു ഉമ്മയായി മാറുന്നതോടുകൂടെ. പോരെ?
പുരുഷന്റെ കാലിൻ്റെതായ സ്വർഗം എന്ന് പറഞ്ഞിട്ടില്ല. വാപ്പ മോശക്കാരനായത് കൊണ്ടല്ലാതെ. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, ഫാദർ ഈസ് എ മിഡിൽ ഡോർ ഓഫ് ജന്ന, ഓഫ് പാരഡൈസ്. സ്വർഗത്തിന്റെ മധ്യവാതിലാണ് പിതാവ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ശിഅത, നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ, അല്ലെങ്കിൽ ദയ്യഅത, വേണ്ടെങ്കിൽ നീ ഒഴിവാക്കിക്കോ. മധ്യവാതിൽ, മെയിൻ ഗേറ്റ് അതാണ്, ബാക്കിയൊക്കെ ചെറിയ ഗേറ്റാണ്. സ്വർഗത്തിന്റെ വലിയ വാതിൽ പിതാവാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ഉപ്പയോട് നീ കാണിക്കുന്ന സ്നേഹം നിനക്ക് സ്വർഗത്തിന്റെ മെയിൻ ഗേറ്റിലൂടെ കടന്നു പോകാൻ നിനക്ക് യോഗ്യത തരും. ആയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومريم ابنة عمران التي أحصنت فرجها. സത്യവിശ്വാസികളുടെ ഉദാഹരണം ഒന്ന് ആസിയ ബീവിയാണ്, ഫറോവയുടെ ഭാര്യയാണ്. രണ്ടാമത്തേത് യേശുക്രിസ്തുവിന്റെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീവിയാണ്. എന്താണ് മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞത്? അല്ലതീ അഹ്സനത് ഫർജഹാ, ആ ശരീരം കൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹാ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഒരിക്കലും വ്യഭിചാരം ചെയ്തിട്ടില്ല. മറിയം ബീവിക്ക് യേശുക്രിസ്തു എന്ന ഈസാ നബി എന്ന മകനുണ്ടാകുന്നത് മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം. ചരിത്രപ്രകാരം 14 വയസ്സ് അല്ലെങ്കിൽ 15-16 വയസ്സ് മറിയം ബീവിക്ക് പ്രായമായപ്പോൾ മാലാഖ റൂഹ് ഊതിക്കൊടുത്തതാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മത്തിന് കാരണം എന്ന് പഠിപ്പിച്ചപ്പോ ജൂതന്മാർ ആരോപിച്ചു. ജൂതന്മാർ പറഞ്ഞില്ലേ മറിയം ബീവി അഭിസാരികയാണ്, മറിയം ബീവി വ്യഭിചാരം ചെയ്തവരാണ് എന്ന് പറഞ്ഞു. മഅദല്ലാഹ്, നമുക്കത് പറയാൻ പോലും പാടില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞു, അല്ല, ഈസ നബിയുടെ ജന്മം ഒരു അത്ഭുത ജന്മമാണ്. ഒരു ബയോളജിക്കൽ ഫാദർ ഈസ നബിക്കില്ല എന്നത് സത്യം തന്നെയാണ്. അതിനെന്ത് കുഴപ്പം? ആദം അലൈഹിസ്സലാമിന് ഒരു ബയോളജിക്കൽ ഫാദറോ ബയോളജിക്കൽ മദറോ ഇല്ലല്ലോ. ആദം നബിക്ക് അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, ഉമ്മണ്ടോ, ഉപ്പുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ മറിയം ബീവിയുടെ മകൻ ഈസ നബി അലൈഹിസ്സലാമിന് ഒരു ഉമ്മയുണ്ടല്ലോ, ഉപ്പയല്ലേ ഇല്ലാത്തത്? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാം നിർവഹിക്കാൻ കഴിയുന്നവനല്ലേ. അല്ലാഹു അങ്ങനെ പടക്കാൻ കഴിയൂലേ? ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദം നബിയുടെ ശരീരത്തിൽ നിന്നാണ് ഹവ്വാ ബീവിയെ പടച്ചത്, അല്ലേ? ആദം നബി ഉറങ്ങിക്കിടക്കുമ്പോ ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയലിൽ നിന്ന് ഒരു വാരിയൽ എടുത്തിട്ടാണ് ഹവ്വാ ബീവിയെ പടച്ചതെന്ന് ഹദീസ് വളരെ പ്രസിദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ഹവ്വാ ബീവിക്ക് ഒരു മെയിൽ ഒറിജിൻ ഉണ്ട്, ഒരു പുരുഷ ഒറിജിൻ ഉണ്ട്. വാപ്പാന്ന് പറയല്ല, പക്ഷെ ഒരു മെയിൽ ഒറിജിൻ. ആദം നബി ആണല്ലേ, ആ ആണിന്റെ ശരീരത്തിൽ നിന്നല്ലേ. അപ്പൊ ഒരു മെയിൽ ഒറിജിൻ, ഫീമെയിൽ ഒറിജിൻ ഉമ്മണ്ടോ? ഇല്ല. ഈസാ നബിക്ക് ഒരു ഫീമെയിൽ ഒറിജിൻ ഉണ്ട്, ഉമ്മ. എന്നാൽ ഒരു പാറ്റേണൽ ഒറിജിൻ, ഒരു ഫാദർ, ഒരു മെയിൽ ഒറിജിൻ ഈസാ നബിക്കില്ല. നമുക്കൊക്കെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. ആദം നബിക്ക് ഉമ്മയില്ല, വാപ്പയില്ല. ഇങ്ങനെ 4 തരത്തിലുള്ള സൃഷ്ടിപ്പ് അല്ലാഹു ചെയ്തു. നമുക്ക് ഉമ്മണ്ട്, വാപ്പുണ്ട്. ആദം നബിക്ക് ഉമ്മണ്ട്, വാപ്പല്ല. ഹവ്വാ ബീവിക്ക് ഉപ്പുണ്ട്, ഉമ്മല്ല. ഈസാ നബിക്ക് ഉമ്മണ്ട്, ഉപ്പല്ല. ഇത് ചെയ്യലാണ്. ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ യേശുക്രിസ്തു ദൈവമോ ദൈവപുത്രനോ എന്ന് നിങ്ങൾ പറയരുതേ എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷേ മറിയം ബീവി വ്യഭിചരിച്ചു എന്നും പറയാൻ പാടില്ല. അതൊരു അത്ഭുത ജന്മമായിരുന്നു. പടച്ചതമ്പുരാന് കഴിയാത്തത് എന്താണ്? അതുകൊണ്ട് വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ, സ്വന്തം ശരീരത്തിന്റെ ഗുഹ്യഭാഗം, ജനനേന്ദ്രിയം ഒരന്യ പുരുഷൻ വിവാഹത്തിലൂടെയല്ലാതെ, ഒരു വിവാഹിതനായ തന്റെ ഭർത്താവിനോടൊപ്പമല്ലാതെ കൂടെ ശയിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം. എല്ലാ മതങ്ങളും അതാ പഠിപ്പിച്ച്. ഹൈന്ദവ മതത്തിലും ചാരിത്രശുദ്ധിയുണ്ട്, ക്രിസ്തുമതത്തിലുണ്ട്, ജൂതമതത്തിലുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. പക്ഷെ മനുഷ്യന്മാർക്ക് അതൊന്നും ദഹിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുക? അതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് അവനവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക. മുസ്ലിമീങ്ങളായ ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഹിന്ദാവാദ് വിളിക്കണില്ലേ? എത്ര വലിയ അപകടമാണതൊക്കെ. ചാരിത്രശുദ്ധി എന്ന് പറഞ്ഞത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണമാണ്. 10 പവന്റെ മാലയല്ല പെണ്ണെ, നിന്റെ ഏറ്റവും വലിയ ആഭരണം നിന്റെ ചാരിത്രശുദ്ധിയാണ്, നിന്റെ ലജ്ജയാണ് ഏറ്റവും വലിയ ആഭരണം. ആ ആഭരണമില്ലാതെ കിലോ കണക്കിന്
ഭാരം നിന്റെ കഴുത്തിലോ കയ്യിലോ നീ അണിഞ്ഞാലും നിന്റെ സൗന്ദര്യം ഒരിക്കലും പൂർത്തിയാകുന്നില്ല. നിന്റെ ഏറ്റവും വലിയ ആഭരണം ചാരിത്രശുദ്ധിയാണ്. ഇതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബി വകാനത് മിനൽ ഖാനിതീൻ. അല്ലാഹുവിന്റെ വചനങ്ങളെ മറിയം ബീവി അംഗീകരിച്ചു. പരബ്രഹ്മമായ പടച്ച തമ്പുരാൻ, ലോകത്തിന്റെ സൃഷ്ടാവ് ഒന്നാണ്. ഒരു രാജ്യത്തിന് 2 രാജാവ് പറ്റൂല, 3 എണ്ണം പറ്റില്ല. ഒരു രാജാവ്, ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒന്ന് എന്ന് മഹദിയായ മറിയം ബീവി വിശ്വസിച്ചു. വകാനത് മിനൽ ഖാനിതീൻ. അവർ അല്ലാഹുവിനെ പടച്ച തമ്പുരാനെ വണങ്ങുന്നവരായിരുന്നു, ആരാധന ചെയ്യുന്നവരായിരുന്നു എന്ന് പറഞ്ഞ ആസിയ ബി മറിയം ബീവിയും ആസിയ ബീവിയും ഫാത്തിമ ബീവിയും ഖദീജ ബീവിയും ഇവരെ 4 പേരാണ് അഫ്ളലു നിസാഇൽ ജന്ന. സ്വർഗവാസികളായ പെണ്ണുങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ 4 പേര്. ഒന്ന് ഹബീബിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ് ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അന്ന് പ്രവാചകർ തിരുമേനിക്ക് ഭക്ഷണവുമായി ഒരു തളികയും കയ്യിൽ പിടിച്ച് ഇങ്ങനെ വരികയാണ്. ആ ഭക്ഷണ തളികയുമായി വരുമ്പോഴേ ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ബീവിയുടെ വീട്ടിൽ നിന്ന് ആർക്കാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് എന്നറിയുമോ? ലോകത്തിന്റെ ഗുരുവിന്. ആ ഒരു ജീവിതങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മുഅ്മിനെ? പ്രവാചകർ തിരുമേനി ആദ്യ വിവാഹം കഴിക്കുക. നബിക്ക് എത്ര വയസ്സ് ആദ്യ വിവാഹം കഴിക്കുമ്പോൾ? 25 വയസ്സ്. ഖദീജ ബീവി എന്ന പ്രവാചകരുടെ ഭാര്യയ്ക്ക് എത്രയാ വയസ്സെന്ന്? 40 വയസ്സ്. 40 വയസ്സുള്ള ഭാര്യയാണ്. അതും ആ ഭാര്യ 2 തവണ 2 കൂടെ ഭാര്യയായി ജീവിച്ചവരെ. അവരൊക്കെ മരിച്ചപ്പോ വിധവയായി മാറിയ ഖദീജ ബീവിയെ കല്യാണം കഴിച്ച നബിയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി ആയിഷ ബീവിയെ കല്യാണം കഴിച്ചില്ലേ, സൈനബ് ബീവിയെ കല്യാണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കണ്ട. തിരുമേനി സ്വന്തമായി മനുഷ്യനെന്ന നിലയിൽ തങ്ങളെടുത്ത നിലപാട് ഒരു ഭാര്യ എന്നാണ്. പക്ഷെ പ്രവാചകത്വം ലഭിച്ചാൽ പിന്നെ നബിക്ക് അല്ലാഹ് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു വിവാഹം ചെയ്യാൻ പറഞ്ഞവരെ തിരുമേനി ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, അതിൽ 90% ആളുകളും 50-60 വയസ്സ് കഴിഞ്ഞ് വിധവകളായ പെണ്ണുങ്ങളാണ്. കാരണം എന്താണെന്നറിയോ? ഇസ്ലാമിൽ സംരക്ഷണം കൊടുക്കുന്നതിൻ്റെ ഏറ്റവും മഹിതമായ വഴി വിവാഹ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് തിരുമേനി സ്വീകരിച്ചു. സൗദ ബീവിക്ക് 60 കഴിഞ്ഞു റളിയല്ലാഹു അൻഹ. അവര് പറഞ്ഞു, നബിയെ എന്നെ നിങ്ങൾ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കുന്നോ എന്നുപോലും അവിടെ നിന്ന് ചർച്ചകൾ നടന്നു. എന്തേ? ഒരു പെണ്ണ് കെട്ടാനുള്ള പൂതിയാണ് തങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ യൗവനകാലത്ത് മക്കക്കാർ ഓഫർ ചെയ്തിരുന്നു, നിങ്ങൾക്ക് വേണ്ട പെണ്ണുങ്ങളെ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം. നിങ്ങൾ ഇസ്ലാം പ്രബോധനം ചെയ്യുന്നത്, ഏകദൈവ വിശ്വാസം പറയുന്നത് ഒന്ന് നിർത്തിവെക്കുമോ എന്ന്. തങ്ങൾ അതിന് സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സൂര്യനെ എൻ്റെ വലത് കൈയിലും ചന്ദ്രനെ എൻ്റെ ഇടത് കൈയിൽ വെച്ച് തന്നാൽ പോലും ഐ വുഡ് നോട്ട് റിനൗൺസ് മൈ മെസ്സേജ് വിച്ച് ഈസ് ഫ്രം ഗാഡ്. അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം ധാരയാണ് എനിക്ക് നൽകപ്പെട്ടത്. പടച്ച തമ്പുരാനാണ് എന്നെ അറിയിച്ചത്. ആ അറിയിപ്പ് ഞാൻ ഒരിക്കലും കൺസീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മറച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പെണ്ണും വേണ്ട, രാജാധികാരവും വേണ്ട, പൈസയും വേണ്ട, എന്നെ നിങ്ങൾ നേതാവായി വാഴുകയും വേണ്ട. ഈ സത്യസന്ദേശം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു പൈസയും എനിക്ക് തരണ്ട. ഞാൻ നിങ്ങളിത് അറിയിക്കുക മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. ഇതാ തിരുമേനി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയാണ് ആദ്യത്തെ മുസ്ലിമത്ത് എന്ന് നമ്മൾ ഓർക്കണം. ലോകത്ത് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയുമായി വരുമ്പോൾ ഹബീബിനെ ആദ്യമായി വിശ്വസിച്ചതൊരു പെണ്ണാണ്. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണിനാണെന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ ഏറ്റവും വലിയ അഭിമാനം പെണ്ണുങ്ങൾക്ക്. ആദ്യത്തെ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് ആരാ? ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. സിദ്ദീഖ് എന്നവര് പിന്നെയാണ്. ഖദീജ ബീവിയല്ലേ ആദ്യത്തെ മെമ്പർഷിപ്പ് റളിയല്ലാഹു അൻഹ. ആ ബീവിയെ നബി തങ്ങൾ വല്ലാതെ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവി വഫാത്താകുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് മറ്റൊരു വിവാഹം ചെയ്തില്ല. 65 വയസ്സ് കഴിഞ്ഞിട്ടാണ് ബീവി വഫാത്താകുന്നത്. 65 വയസ്സുള്ള ഒരു ഉമ്മയുടെ പ്രായം, ശരീരത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 65 വയസ്സ് ഖദീജ ബീവിക്ക്. പുണ്യ നബി തങ്ങൾക്ക് 50 വയസ്സ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 53 വയസ്സ്. അങ്ങനെയാണെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 68 വയസ്സുണ്ടാകും.
68 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയുടെ, ഒരു മുത്തശ്ശിയുടെ പ്രായമെന്ന് തോന്നിക്കുന്ന ആ പ്രായത്തിലുള്ള തൻ്റെ ഭാര്യയാണ്, തങ്ങളുടെ ഭാര്യയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോടെ പറയുമായിരുന്നത്, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ കാനത്ത് കൈത വ കൈത, എൻ്റെ ഖദീജയെ പോലെ ഒരു നല്ല പെണ്ണുണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ആയിഷ ബീവി ചൂടായി പറഞ്ഞില്ലേ, എന്തിനാ നബിയെ നിങ്ങൾ ഈ പ്രായമുള്ളൊരു ഉമ്മൂമാന്റെ കഥ പറയണത്, ഞങ്ങൾ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലേ? എന്താ തിരുമയുടെ മറുപടി എന്നറിയോ? സ്നേഹം മാംസനിബദ്ധമല്ല എന്ന് കുമാരനാശാൻ പാടിയ പോലെ, മാംസനിബദ്ധമല്ല രാഗം, സ്നേഹത്തിന് മാംസവുമായി ബന്ധമില്ല എന്നാണ്. 68 വയസ്സ് പ്രായമുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, നിങ്ങൾ എത്ര യുവതിയാണെങ്കിലും സുന്ദരിയാണെങ്കിലും എൻ്റെ ഖദീജയെ പോലെ നിങ്ങൾക്കാവാൻ കഴിയില്ല. വാസത്തിനി ബിമാലിഹാ, ആ ഖദീജ എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചവളാണ്. വാക്കുകൊണ്ട്, അവരുടെ സമ്പത്ത് കൊണ്ട്, അവരുടെ ഉപദേശം കൊണ്ട്, അവരുടെ സ്നേഹത്തലോടൽ കൊണ്ട് എനിക്ക് സമാശ്വാസം നൽകിയവരാണവർ. നാട്ടുകാർ മുഴുവനും ഞാൻ നുണയാണ് പറയുന്നത് എന്ന് എന്നെ കളവാക്കിയപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചവരല്ലേ എൻ്റെ ഖദീജ. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം തിരുമേനിയുടെ വീട്ടിലേക്ക് വന്നാൽ ഉടനെ കൊടുത്തയക്കുന്ന ഖദീജയുടെ കൂട്ടുകാരികൾക്ക്. ബീവി ജീവിച്ചിരിപ്പില്ലല്ലോ, ഖദീജയുടെ കൂട്ടുകാരികൾ ഉണ്ടാകും റളിയല്ലാഹു അൻഹ, ആ കൂട്ടുകാരികൾക്ക് കൊടുക്കിനിത്. എന്ത് വന്നാലും ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾ കൊണ്ടുപോയി കൊടുക്കി. തങ്ങൾ പറയും, ഖദീജ ബീവിയുടെ സഹോദരി അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വന്ന് സംസാരിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹാലയാണോ വന്നത്? ഹാലയോ? എനിക്ക് ഹാല, നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എൻ്റെ ഖദീജയെ ഓർമ്മ വന്നു എന്ന് നബി തങ്ങൾ പറയുമ്പോൾ, ആ ഭാര്യ മരിച്ചതിന് ശേഷമാണ് നബി തങ്ങൾ മറ്റ് വിവാഹങ്ങളൊക്കെ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70 വയസ്സിനോളം അടുക്കുന്ന പ്രായത്തിലാണ് സ്വന്തം ഭാര്യ മരിക്കുന്നത്. അന്ന് നബി തങ്ങൾക്ക് 15 വയസ്സ് കുറവാണ്. ആയിഷ ബീവിയുടെയും തിരുമേനിയുടെയും കല്യാണത്തിന്റെ കഥ പറഞ്ഞിങ്ങനെ പൊല്ലാപ്പ് കാണിക്കുന്ന ആളുകള് എന്താ ഖദീജ ബീവിയുടെ ചരിത്രം പറയാത്തത്? അതും പറയണ്ടേ, അത് വലിയ ചരിത്രമല്ലേ. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഖദീജ ബീവിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു പരാതി ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹിനെ കല്യാണം കഴിച്ചു എന്ന് അഭിമാനത്തോടെ പറഞ്ഞ പെണ്ണാണ്, മഹദിയാണ് ഖദീജ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇപ്പൊ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറയാം, ആ ബീവി അന്ന് കല്യാണം കഴിച്ചത് ചെറിയ വയസ്സിൽ കഴിച്ചില്ലേ. ആയിഷ ബീവിക്ക് ഇല്ലാത്ത പരാതി എന്തിനാ കൂട്ടരെ നിങ്ങൾക്ക്? ബീവിക്ക് പരാതി ഇല്ലല്ലോ. ബീവി നബി തങ്ങൾ വഫാത്തായി 40 കൊല്ലം വീണ്ടും ജീവിച്ചിട്ടാണ് മരിച്ചത്. അതിനിടയ്ക്ക് ഒരിക്കൽ പോലും എന്നെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതിൽ എനിക്ക് വിഷമായി എന്ന് ബീവി പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്ക് സന്തോഷം എന്നല്ലേ ആയിഷ ബീവി, എനിക്ക് എൻ്റെ റസൂലിനെ എനിക്ക് എൻ്റെ കൂടെ വേണം, അതല്ലേ ബീവി പറഞ്ഞിരുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി പുറപ്പെട്ടപ്പോ അതാ വരുന്നു മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം. മദീനയുടെ വിശുദ്ധമായ ഭൂമികയിൽ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നു. മാലാഖമാരുടെ നേതാവ്, 600 ചിറകുകളുള്ള പ്രകാശത്താൽ പടക്കപ്പെട്ട അവരുടെ രൂപമേതാണെന്ന് നമുക്കറിയില്ല, എന്നാൽ അള്ളാഹുവിനറിയാം. 600 ജനാഹ് ജിബ്രീലിനെ ഞാൻ കണ്ടു. സദ്ദൽ ഉഫുഖ, ചക്രവാള സീമകൾ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകുകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ജിബ്രീൽ തങ്ങളെ ഞാൻ കണ്ടു. 600 ചിറകുകളുള്ള ജിബ്രീൽ എന്നെ വിളിച്ചു, യാ മുഹമ്മദു എന്ന്. ഞാൻ അന്ന് മക്കയുടെ ബത്ഹായിലാണ്. എന്നോട് പറഞ്ഞു, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. മുഹമ്മദ് നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകരാണ് എന്നോട് ജിബ്രീൽ തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ട്. അതേ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ മുമ്പിൽ വന്ന് പറയുന്നു, നബിയേ, ഖദീജ വരുന്നുണ്ട് ഒരു ഭക്ഷണത്തളികയുമായി. വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഖദീജ ബീവി വന്നാൽ നിങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവിയോട്, അല്ല, മക്കയിലാണ് സംഭവം, പുണ്യനബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഹിജ്റയുടെ മുമ്പാണ്. മക്കയിലാണ് ബത്ഹായിൽ അള്ളാഹുവിന്റെ ഹബീബ് ജിബ്രീൽ തങ്ങളെ കണ്ടത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവം നടക്കുന്നതും ഹിജ്റയുടെ മുമ്പിൽ തന്നെ, മക്കയിലുള്ള കാലം.
അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ മദീനയുടെ മുറ്റത്ത് ഒരു ദിവസം ഒന്നിലേറെ തവണ ജിബ്രീൽ തങ്ങൾ വന്നുപോയ മണ്ണാണത്. നമ്മളൊക്കെ മദീനത്തേക്ക് പോകുമ്പോഴേ ഒന്ന് ഓർക്കണേ, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ഇടമാണ്, ജിബ്രീൽ തങ്ങൾ ഇറങ്ങി വന്ന സ്ഥലങ്ങളാണിതൊക്കെ. അപ്പൊ ഇപ്പൊ അവിടെ മാർബിളൊക്കെ ഇട്ടിട്ടുണ്ട്, വലിയ റോഡാണ്, സംഭവങ്ങളാണ്, ഒക്കെ ആണെങ്കിലും ഇത് ജിബ്രീൽ തങ്ങൾ വന്നിറങ്ങിയ സ്ഥലമാണ്. മക്കയിലും ഇറങ്ങി ജിബ്രീൽ എന്ന മാലാഖ അലൈഹിസ്സലാം. ജിബ്രീൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു, നബിയേ, നിങ്ങളുടെ ഭാര്യ ഖദീജ ബീവി അതാ വരുന്നു. വരുമ്പോൾ അവരോട് പറയണം, ഇന്നല്ലാഹ യുഖ്രിഉഹസ്സലാം വഅഖ്രിഇഹാ മിന്നിസ്സലാം. എന്നോട് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖദീജ ബീവി വന്നാൽ അവരോട് പറയണം, അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അർത്ഥം? എന്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ? ശാന്തിയും സമാധാനവും, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്. അല്ലാഹു ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ നബിയെ. കൂട്ടത്തിൽ ഞാൻ ജിബ്രീലും ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഖദീജ ബീവിക്ക് ജിബ്രീൽ തങ്ങളെ കാണാൻ കഴിയില്ല. ഒരിക്കൽ കണ്ടിട്ടുണ്ട്, കണ്ട ചരിത്രമുണ്ട്, പക്ഷേ പിന്നൊരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. എന്റെ സലാമം ഖദീജ ബീവിയോട് പറയണേ. വബശ്ശിർഹാ, ഖദീജ ബീവിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കണേ. ബിഖസബിൻ വബശ്ശിർഹാ ബിഖസ്രിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. മനോഹരമായ വാക്കുകളാണ്. വബശ്ശിർഹാ ബിഖസ്രിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. നബിയെ, ഖദീജ ബീവിക്ക് അല്ലാഹു ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരം സ്വർഗ്ഗലോകത്ത് ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. ഒരു കൊട്ടാരം, ഒരു മുത്ത്. സുബ്ഹാനല്ലാഹ്. ഗ്ലാസിന്റെ ഡോമുകൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുമല്ല ഇത്, ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം. എന്തായിരിക്കും അതിന്റെ ഭംഗി? മുത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കൾച്ചേർഡ് പേൾസ് ഒക്കെ ആയിരിക്കും നമ്മൾക്ക് ഓർമ്മ വരിക. സ്വർഗലോകത്തുള്ളത് ഒരു കണ്ണും കാണാത്തതാണ്, ഒരു കാതും കേൾക്കാത്തതാണ്, ഒരു മനുഷ്യന്റെ മനസ്സിലും ചിന്തിക്കുക പോലും കഴിയാത്തതാണ് സ്വർഗമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം